ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ലോഗ്സ്. സകുടുംബം വ്ലോഗ്സിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പൊ രാമക്കൽ മേടിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സൂപ്പറായിട്ടുള്ളൊരു സ്പോട്ട് കണ്ടു. ഈ ചുരം കയറുന്നതിനിടയ്ക്ക് ഒരു റിലാക്സേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിവിടെ വണ്ടി നിർത്തി. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കുവാണ് അല്ലേ അമ്മേ? എങ്ങനെയുണ്ടമ്മേ? അതെ, ഞാൻ പണ്ടൊന്ന് തൊഴിലുറപ്പിന്ന് രാമക്കൽ മേടത്തിൽ പോയിട്ടുണ്ട്. ഈ വഴിയൊന്നും അല്ല, വേറെ ഇത് കമ്പത്തുനിന്ന് നമ്മൾ വേറെ വഴി കൂടെ അല്ലേ പോകുന്നത്? അത് ഞങ്ങൾ നേരെ എല്ലാവരും കൂടി നിന്നത്. അന്ന് സോനയൊന്നും ഞാൻ കണ്ടില്ല, എല്ലായിടും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ചെന്ന് നോക്കട്ടെ എങ്ങനെയൊക്കെ. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ കുറേ വള്ളിയും പടർപ്പും ഒക്കെ കിടക്കുന്നുണ്ടെന്ന് കാണാം. കണ്ടോ ഗൈസ്, എത്ര മനോഹരമായ ഏരിയ ആണ്. കണ്ടോ? ഹായ്, കണ്ടോ? നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്നതിൻ്റെ അങ്ങോട്ടാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്ര മനോഹരമായിട്ട് തോന്നുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. വള്ളികളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? ഇവിടെ മഴക്കാലത്ത് വെള്ളം വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ കാണാൻ നല്ല രസമായിരിക്കും. പാറക്കെട്ടും. അങ്ങനെ നമ്മൾ രാമക്കൽമേടെത്തി. രാമക്കൽമേടിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. താഴെ വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് മേളിലോട്ട് ചെന്നിട്ട് കാണാം. രാമക്കൽമേട് എൻജോയ് ചെയ്യണമെങ്കിൽ ട്രക്കിംഗ് കൂടെ തന്നെ എൻജോയ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ നമ്മൾ ട്രക്കിങ് ചെയ്യാൻ തീരുമാനിച്ചു. ജീപ്പിലാണ് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത്. അമ്മ ഇതിന് മുമ്പ് ട്രക്കിങ്ങിൽ പോയിട്ടുണ്ടോ? ഞങ്ങൾ നടന്നാണല്ലോ. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിലാണ് പോകുന്നത്. അവരെല്ലാ വ്യൂ പോയിന്റ്സും എല്ലാം രാമക്കൽമേടിന് രാമക്കൽ വരെ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രക്കിങ്, നമ്മൾ ഈ ജീപ്പയിലാണ് ട്രക്കിങ്ങിന് പോകുന്നത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ട്രക്ക് ചെയ്യാൻ പോകുന്നത്. ഓ, അങ്ങോട്ടേക്ക് നോക്കൂ, അവിടെ കുറേ കാറ്റാടി മരങ്ങളുണ്ടോ. ഹായ്, നല്ല രസം. നമുക്ക് ട്രക്കിങ്ങിന് പോവാം. മുമ്പിൽ കൊണ്ടുപോയി, കാരണം നല്ല കുലുക്കുണ്ടാവും. ഞാൻ ഏറ്റവും ബാക്കിൽ. അമ്മ അതേ പോണ പിടിച്ച് വേണം ഇരിക്കാനായിട്ട്. എത്രത്തോളം ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. സ്റ്റാച്ചുവിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ എത്ര ദൂരം കാണും? നടക്കാനാണെങ്കിൽ 100 മീറ്റർ അല്ലേ ഉള്ളൂ. ഇവിടെ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ അല്ലേ? അത്രയോട് പറഞ്ഞല്ലേ പിടിച്ചിരിക്കണമെന്ന്. വണ്ടി ഇവിടെ വരെ നമ്മുടെ കേരളം ഉള്ളത്. അങ്ങോട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ കേരളവും ലെഫ്റ്റ് സൈഡിൽ തമിഴ്നാടും ഉണ്ട്. തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. കാറ്റാടിപ്പാടം ദേവ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങോട്ടായിരുന്നു ട്രക്കിങ്? ജീവിതത്തിൽ അമ്മ ചോദിക്കുക ചേട്ടനോട്, ഈ കട്ടർ ഈ വഴി മുഴുവൻ കട്ടറാണോ? കട്ടറില്ലാത്ത വഴി പൊക്കോടെ. അവിടെ മാത്രമേ വന്നു, നമ്മൾ ഇവിടെ ഒന്നും വന്നില്ല. ഇവിടെയൊക്കെ വരണം. ഇവിടെയൊക്കെ വരാൻ വേണ്ടിയാണല്ലോ ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രക്കിങ്ങിന് നമുക്ക് ടോട്ടൽ ചിലവാകുന്ന പൈസ 1800 രൂപയാണ്. 1800 രൂപയ്ക്ക് 1.5 മണിക്കൂറോളം നമ്മളെ ഫുൾ എല്ലാ സ്ഥലങ്ങളും ചുറ്റി കാണിച്ച് ഭയങ്കര ഹിൽ പോയിന്റ് വ്യൂസും എല്ലാം കാണിക്കുന്നതാണ് അവർ പറയുന്നത്. കേശുവിനൊരു വല്ലാത്ത ഫീലായിരുന്നു. അച്ഛൻ്റെ തല 2 പ്രാവശ്യമാണ് ജീപ്പിന്റെ മണ്ടയ്ക്ക് ഇട്ടത്. അച്ഛൻ നല്ല വേദനയായിട്ടുണ്ട്. പക്ഷെ ഗുഹയ്ക്കകത്തോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അമ്മയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിലും അമ്മ തൊഴിലുറപ്പിലെ ചേച്ചിമാർ പറ്റിച്ചു. അപ്പോൾ നമുക്കൊന്ന് പോയി സെറ്റ് ചെയ്ത് കണ്ടിട്ട് വരാം.
തിരിച്ച് നമ്മളിവിടെ തന്നെ വരുമോ? അച്ഛൻ ഇറങ്ങുന്നില്ല, അച്ഛൻ അമ്മ അടുത്ത് വരുന്നു. പാടാണോ അച്ഛാ? അച്ഛന് പറ്റത്തില്ലെന്ന്, അച്ഛന് പേടിയാന്ന്. ആമപ്പാറ ഗുഹയ്ക്കുള്ളിൽ കയറാൻ പോവാണ് ഗൈസ്. അച്ഛൻ പേടിച്ചു പോയി, അമ്മ കയറുന്നില്ലെന്ന് പറഞ്ഞ് കുഞ്ഞായിട്ട് അവരവിടെ ഇരിക്കും. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ഈ ഇടുക്കിനാൻ തൂക്കിക്കൂടെ വേണം. ഫോൺ ഞാനിപ്പോ പോക്കറ്റ് ഇടും. എന്നായിട്ടാ പോക്കറ്റ് കിട്ടും. ഇത് ഇറങ്ങി അപ്പുറം കടന്നിട്ട് കാണിക്കാം കേട്ടോ ഗൈസ്. ഇച്ചിരി പാടാ. പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇച്ചിരി കൂടെ ഉണ്ടായിരുന്ന പറ്റത്തില്ല. അടിപൊളി. അങ്ങോട്ട് കിടക്ക്, ഇങ്ങോട്ട് കിടക്ക്. ഉടുപ്പ് കയറിട്ട് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. അഡ്വഞ്ചറസ്, ഒരു രക്ഷയില്ല. പുറം ഞാൻ ഇതിന്റെ മണ്ടയ്ക്ക് കയറുന്നില്ല ഗൈസ്. ഏട്ടാ ഒരു വീഡിയോ എടുത്തോണ്ടല്ലോ, ഞാൻ താഴെ എന്നാ എനിക്ക് പറ്റില്ല. കുഴപ്പമില്ല, ഇത് അത്രേ ഉള്ളു. കാണുന്നേ ഉള്ളു, 2 സ്റ്റെപ്പേ ഉള്ളു. കേറാവുന്നേ ഉള്ളമ്മേ. പായിപ്പാട്ട് സ്റ്റെപ്പ് കയറുന്ന പോലെ ഉള്ളു. എത്തിയില്ല ഗൈസ് ഇതുവരെ. ഇല്ല, അമ്മ കയറി. നമ്മളിപ്പോൾ ആമപ്പാറ ഹിൽ വ്യൂസിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് ഒരു ടവറിൻ്റെ മണ്ടയ്ക്ക് വന്ന് നിൽക്കുവാണ്. ഞാൻ അതിൻ്റെ വ്യൂസാണ് കാണിക്കാം. അമ്മ കയറിയില്ല, അമ്മ പകുതി വരെ കയറിയിട്ട് അമ്മയ്ക്ക് പേടിയായിട്ട് ഇറങ്ങിപ്പോയി. ഇത്ര പൊക്കം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കാണിക്കാം. സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ആ ഒരു ഹില്ലിൽ നമ്മുടെ ആ ഗുഹയ്ക്കകത്തൂടെ വന്നത് പറയാതിരിക്കാൻ വയ്യ. കേശുപുനാരി ബിസ്ക്കറ്റൊക്കെ തന്നെ എൻജോയ് ചെയ്യാം. നമുക്ക് ഇറങ്ങാം, അത്രേ ഉള്ളൂ. സമയം കളയാനില്ല. നമ്മുടെ സബ്സ്ക്രൈബറാണ്. രാമക്കല്ലിന്റെ വ്യൂ ആണ്. ആ മലയുടെ ടോപ്പിലാണ് നമ്മളിപ്പോ പോണത്. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരുന്നത് കേരള തമിഴ്നാട് ബോർഡറിനുള്ളിലാണ് നമ്മളിപ്പോ പോണത്. ഇത് കേരള തമിഴ്നാടാണ്. അപ്പൊ തമിഴ്നാടിന്റെ ഒരു ഫോറസ്റ്റ് ആണ്. കോംബെ റിസർവ് ഫോറസ്റ്റ് എന്നാണ് ഫോറസ്റ്റിന്റെ പേര്. തേനി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബോർഡിലേക്ക് പോവാം. ഹിൽവേഡ് ഹിൽ വ്യൂ ആണ്. ഏറ്റവും മനോഹരമായ ഒരു വ്യൂ ആണെന്നാണ് നമ്മളോട് ഈ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ആ വ്യൂസ് ഒക്കെ ഒന്ന് കാണാം. ഒരു 100 മീറ്റർ താഴേക്ക് നടക്കണം. വളരെയധികം ട്രക്ക് ചെയ്താണ് നമ്മളിവിടെ വന്നത്. ഇതാണ് നമ്മൾ ട്രക്ക് ചെയ്ത് വന്ന ജീപ്പ്. അപ്പം നമുക്ക് താഴോട്ട് നടന്നിട്ടുള്ള വ്യൂ കാണാം. അമ്മ, ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രക്കിംഗ് ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ പുൽമേടും കണ്ട് പ്രതിമയും കണ്ട് വീട്ടിൽ പോയേനെ. ഇപ്പൊ നമ്മൾ താഴോട്ട് പോയി ആ വ്യൂ ഒന്ന് കാണാം. താഴോട്ട് പോകുന്നതൊക്കെ ഇച്ചിരി സീനുള്ള പരിപാടിയാണ്, ഇറങ്ങാനൊക്കെ. വേലിക്കപ്പുറത്തോട്ടാണ് കേരളം വരുന്നത്. ഇപ്പുറത്തോട്ട് തേനി ഡിസ്ട്രിക്റ്റിന്റെ കോംബെ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിനുള്ളിലാണ് ഈ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താഴെ പോയി നമുക്കത് കാണാം. കേഴിയാടും കലമാനും മാത്രം. ഒരു 6:30 വരെ. ഇതാണ് ലൈഫിൽ
ഇതൊക്കെയാണ് ജീവിതത്തിന്റെ മനോഹരമായ സന്ദർഭങ്ങൾ അല്ലേ. നമ്മളിപ്പോ എവിടെയാ നിക്കുന്നത്, എന്താ കാണുന്നതെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ശരി. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് രാമക്കൽമേടിലല്ലേ? അതെ. രാമക്കൽമേട് ഇതാ കാണുന്ന കല്ലിലാണ് രാമക്കൽമേട് എന്നറിയപ്പെടുന്നത്. അതൊരു ഐതിഹ്യത്തിലാണ് പറയപ്പെടുന്നത്. പണ്ട് ശ്രീരാമൻ വനവാസകാലത്ത് ഇവിടെ വന്നിരുന്നു എന്നും അതിന്റെ പൊക്കത്തിൽ കയറുന്നു രാമന്റെ കാൽപാദം പതിഞ്ഞു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രാമക്കല്ല് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ആ കല്ലും ഈ കല്ലും സീ ലെവലിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് രണ്ടും സെയിം ഹൈറ്റ് ആണ്. നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി നടന്നു വന്ന ഭാഗം മൊത്തം തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. രാമക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം എന്താ കാണുന്ന കേരളത്തിനുള്ളിലാണ്. ആ കേരളത്തിന്റെ ബോർഡറിൽ തൊട്ടിങ്ങോട്ട് തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിന് 1 കിലോമീറ്റർ ടോപ്പിലേക്ക് നടന്നാൽ മാത്രമേ അതിന്റെ ടോപ്പിലേക്ക് എത്താൻ കഴിയുള്ളൂ. ടോപ്പിലേക്ക് കയറണമെങ്കിൽ 3 സൈഡ് ഒരേപോലെ ഡീപ്പായിട്ടുള്ള കൊക്കയാണ്. ഒരു സൈഡിൽ കൂടെ മാത്രമേ അതിന്റെ ടോപ്പിലേക്ക് കയറാൻ കഴിയുള്ളൂ. അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ കാറ്റാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ശക്തിയിൽ കാറ്റ് വീശിയ സ്ഥലം നമ്മുടെ രാമക്കൽമേടാണ്. അതുപോലെ ഞാൻ ഫോറസ്റ്റ് ആണ് പറഞ്ഞത്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ താഴെ ഒരു കെട്ടിടം കാണുന്നുണ്ടോ? അവിടം വരെ തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. അതിനപ്പുറത്തോട്ട് അവരുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പ്രത്യേകതയുണ്ട്. അത് ഒരു ക്ഷേത്രമാണ്. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിക്കപ്പെട്ട രംഗനാഥ കോവിൽ എന്ന പേരുള്ള മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ രൂപസാദൃശ്യമുള്ള ഒരു ക്ഷേത്രമാണ് കാണുന്നത്. അതിന്റെ പ്രത്യേകത വർഷത്തിൽ 5 ദിവസം മാത്രമേ തുറക്കുള്ളൂ. വർഷത്തിൽ 5 ദിവസം മാത്രം. കന്നിമാസത്തിൽ 5 ശനിയാഴ്ച മാത്രം തുറന്ന് ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണ് കാണുന്നത്. അതിനപ്പുറത്തോട്ട് അവരുടെ കൃഷിയിടങ്ങളാണ്. ഈ തമിഴ്നാട്ടിലുള്ള പൊതുവെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. എന്നിട്ട് അതിന് ചുറ്റും അവരുടെ വ്യവസായ സ്ഥാപനങ്ങളും കൃഷികളും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ കൃഷിയിടങ്ങളാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ ഓരോരോ കൂട്ടങ്ങളും ഓരോരോ പട്ടണങ്ങളാണ്. അവരുടെ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത്. ആ ബോൾ പോലെ ലൈനായിട്ട് നിൽക്കുന്ന മരങ്ങൾ കണ്ടില്ലേ? അത് വലിയ വാളൻപുളി മരങ്ങളും അതുപോലെ മാവിൻ തോട്ടങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഈ സെന്ററിൽ കൂടെ റോഡ് കാണുന്നില്ലേ? അതിന്റെ ഇരുവശങ്ങളിലായിട്ടും കാണുന്ന കുറ്റിച്ചെടികളുടെ തെങ്ങും തോപ്പുകളാണ്. ഇളം പച്ചക്കളറിൽ കാണുന്ന ഓരോ കളങ്ങൾ കണ്ടില്ലേ? അത് വെണ്ടയ്ക്ക, വഴുതനങ്ങ, പാവയ്ക്ക, തക്കാളി പോലുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ് കാണുന്നത്. പുതുതായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ആ പല കളർഫുൾ ആയിട്ട് കാണുന്നത്. ഇവിടെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മുഴുവൻ വെള്ളവും നമ്മുടെ മുല്ലപ്പെരിയാറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. സിംഗിളായിട്ട് നിൽക്കുന്ന മലയുടെ തൊട്ടിപ്പുറത്ത് ഒരു ചെക്ക് ഡാം പോലൊക്കെ കാണാം. അപ്പൊ അങ്ങനെ പല സ്ഥലത്ത് ഇവര് ജലം ശേഖരിച്ചു വെച്ചിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാറ്റാടി പദ്ധതി കൊണ്ടുള്ള ഇപ്പൊ പുതുതായിട്ട് കാറ്റാടി പദ്ധതിയാണ്. നമ്മൾ ദൂരോട്ട് നോക്കിയാൽ കാണാം ഒത്തിരി കാറ്റാടി നിൽക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആ മേഘം കയറി കിടക്കുന്ന മലകൾ കണ്ടില്ലേ? അത് മൂന്നാറിന്റെ മലകളാണ്. അവിടേക്ക് ആനയും ഒക്കെ ഉള്ളതാണ്. അതായത് മതികെട്ടാൻ ഷോലൊക്കെ ആ സൈഡിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫോഗ് കയറിയിട്ടുണ്ട്. നല്ല ക്ലിയർ ആണ്. നമുക്ക് കൊടൈക്കനാൽ വരെ നമുക്ക് ഇവിടെ ഫുൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടുന്ന് ഈ റേഞ്ച് നോക്കി അങ്ങ് കാണുന്ന മലകൾ കണ്ടില്ലേ? ആ മേഘം മുറ്റത്തോട്ട് നിൽക്കുന്നത് അതാണ് മേഘമല എന്ന് പറയുന്ന മല. നമ്മുടെ കൊണ്ടുവിട്ട മലയില്ലേ? അരിക്കുമല കൊണ്ടുവിട്ടേക്കുന്ന അവിടെയാണ്. അതുപോലെ കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം സ്ഥിതി ചെയ്യുന്ന പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഒരിക്കലേ തുറക്കുള്ളൂ. പിന്നെ നമ്മൾ കയറി ഇറങ്ങി വന്നത് ആമപ്പാറ എന്ന് പറയുന്ന കേവാണ്. അത് ആമയുടെ ഷേപ്പാണ് ആ പാറയ്ക്ക്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വന്നത് ഈ കുറവൻകുറത്തി സ്റ്റാച്യുവിന്റെ മുകളിലേക്കാണ്. കണ്ടില്ലേ? അത് കുറവനും കുറത്തിയും 2 കുട്ടികളും ഒരു പൂവൻകോഴിയാണുള്ളത്. കേരളത്തിൽ തന്നെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ട പ്രതിമകളിൽ ഒരെണ്ണമാണ് കുറവൻ കുറത്തി സ്റ്റാച്യു. അതിന്റെ ബാക്ക് സൈഡിൽ ഒരു വേഴാമ്പന്റെ വാച്ച് ടവർ ഒക്കെ ഉണ്ട്. ആ വാച്ച് ടവറെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കമ്പം ടൗണിന്റെ വ്യൂ ആണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. അപ്പൊ ഇത് ഇവിടെ അവിടെ കയറി നിന്നാൽ കുറച്ചുകൂടെ അടുത്ത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഈ മലയെക്കാളും ഹൈറ്റ് കുറവാണത്. അതിപ്പോൾ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് അവിടെ നിന്നാൽ കാണാൻ കഴിയും. ഓക്കെ, നമുക്കിനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാം അല്ലേ? നടന്ന് തളർന്നു ഗൈസ്. ഇച്ചിരി നാരങ്ങ വെള്ളം ഉപ്പിലിട്ടത് മേടിക്കാൻ വേണ്ടി നിൽക്കുക. ഞാനിവിടെ ഇരുന്നു ഗൈസ്. അടിപൊളി. ട്രക്കിംഗ് ഈസ് ഓവർ. ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കുറവനും കുറത്തി മലയും കാണാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ വിട്ടിട്ട് പോയി. ജിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വണ്ടിക്കാണ് നമ്മൾ പോയത്. വർക്ക്ഫുള്ളായിരുന്നു. അത്രയും പൈസയ്ക്ക് പറ്റിയ നല്ലൊരു റൈഡായിരുന്നു. എക്സ്ട്രാ കൊടുത്താലും അത് ലാഭമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴത്തെ കുറവനും കുറത്തി മല കാണാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമുക്ക് കുറവനും കുറത്തി മല കാണാൻ പോകാം. ഇതാണ് കുറവൻ കുറത്തി സ്റ്റാച്യു. കേരളത്തിൽ തന്നെ ഉയരം കൂടിയ ഇരട്ട പ്രതിമകളിലൊന്നാണ് ഈ കാണുന്നത്. അതായത് ഒരാണും ഒരു പെണ്ണും 2 കുട്ടികളും പൂവൻകോഴിയും. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തെ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. കണ്ടോ? അവിടെ എന്ത് നല്ല മനോഹരമായ ഒരു പ്രസൻറ്റ് വ്യൂ ആണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മൾ പോയ മലകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നല്ല രസമാണ്.
ഇവിടെ വന്നത് ഫീൽ ചെയ്യുക തന്നെ വേണം. അതേപോലെ തന്നെ ഇതാണ് വാച്ച് ടവർ. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നാൽ കമ്പം കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ഉച്ചവരെയുള്ള നമ്മുടെ ട്രിപ്പ്? നല്ല പരിപാടി. അടിപൊളിയല്ലായിരുന്നോ? ഉച്ചവരെ അടിപൊളിയല്ലായിരുന്നു. അങ്ങനെ നമ്മള് കുറവൻ കുറത്തി മലയുടെ അവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കുവാണ്. സ്റ്റാച്ചുവിന്റെ ഇവിടെ ഒരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായി. അമ്മേ ഉപ്പിലിട്ടൊന്ന് കഴിക്കുക. മാങ്ങ കഴിച്ചു. ഇനി നമ്മളിതോടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാം. വയ്യ ഗൈസ്, വയ്യ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാ കൂട്ടുകാർക്കും